ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇനിയുള്ളത് 8ൻ്റെ പണിയാണ്. എല്ലാവരും പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് 8ൻ്റെ പണി എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്നത് ബിഗ് ബോസിൽ 8ൻ്റെ പണി തന്നെയാണ്. ഇനി പി ആറുകൾക്ക് ഒരു അറുതി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ഏറ്റവും അധികം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു വലിയ നടപടി ഇനി വരുന്ന സീസണുകളിൽ എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പല കാര്യങ്ങളും ഇനിയും കോൺഫിഡൻഷ്യലായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയായിരിക്കും. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഈ ലീക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനും ശക്തമായ രീതിയിലുള്ള നടപടി എടുത്തിരിക്കും. എന്തായാലും അതിൽ കൃത്യമായ രീതിയിൽ തന്നെയുള്ളൊരു മെൻഷനിങ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിലുള്ള ലീക്കിങ് കാര്യങ്ങളൊക്കെ തന്നെ പി ആർ ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. അതൊക്കെ വേണം. കാരണം ഒരു കണ്ടസ്റ്റൻ്റ് വരുന്ന സമയത്ത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ക്ലിപ്സൊക്കെ എടുത്തിടുന്നത് യൂഷ്വലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അതല്ലാതെ ഗെയിമിൽ നിന്നേ മാറിപ്പോയി ലക്ഷങ്ങൾക്ക് 1000 വോട്ട് 2000 വോട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയധികം തന്നെ ഒരു മോശപ്പെട്ട കാര്യം വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹൗസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ പാസ്റ്റ് എടുത്തിടുക, അതൊക്കെ പി ആറുകൾ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ്. എന്തിനാണ് ഈ പാസ്റ്റൊക്കെ എടുത്തിടുന്നത്? നമ്മളൊരു കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് അവർ ഹൗസിനുള്ളിൽ നടത്തിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതല്ലാതെ പുറത്ത് അവരിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അത് ആ ഒരു ഗെയിമിൽ അവരെത്രയും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പ്രേക്ഷകരുടെ അടുത്തോട്ട് ഇട്ടുകൊടുക്കും. പക്ഷേ പ്രേക്ഷകർ വിചാരിക്കുന്നത് ഇവൻ ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അവരെ വീണ്ടും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തുന്നത് അത് പി ആറുകൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാകുമോ? 8ൻ്റെ പണിയായതുകൊണ്ട് നമുക്കിനി എന്തും പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ ഇതൊക്കെ എല്ലാ സീസണുകളിലും നടക്കുന്നതാണ്. ഇനി വരുന്ന കണ്ടസ്റ്റൻസും ഇതൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആര് വരും ഈ ഒരു സീസണിലോട്ട്? ഇങ്ങനെയൊക്കെ പഴുകിയിട്ട് ഈ ഒരു 50 ലക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു 42 ലക്ഷത്തിന് വേണ്ടി. എന്തായാലും നോക്കാം. ഇനി വരുന്ന 8ൻ്റെ പണിയിലെങ്കിലും കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആകുക, നല്ല രീതിയിൽ തന്നെയുള്ളൊരു സീസണായി മാറട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.